ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. എൻ ഗെയിമിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഒരേ സമയം പ്രതീക്ഷയും അതുപോലെ കൺഫ്യൂഷനും ഉണ്ടാക്കുന്നതാണ്. കെവിൻ ഫെയ്ജിയുടെ വാക്കുകൾ പ്രകാരം 3 മണിക്കൂർ നീളമുള്ള സിനിമയുടെ ആദ്യത്തെ 15 മുതൽ 20 മിനിറ്റ് വരെയുള്ള ക്ലിപ്സ് മാത്രമേ അവർ ട്രെയിലറിൽ ഉപയോഗിക്കൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്ലോട്ടിനെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നുമില്ല. കൂടാതെ ഈ ട്രെയിലറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈസ്റ്റർ എഗ്സ്, അതായത് ഈ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് കുറെ ഈസ്റ്റർ എഗ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. God, seems like 1,000 years ago. I fought my way out of that cave, became Iron Man. Realized I loved you. I know I said no more surprises, but I was really hoping to pull off one last one. The world has changed. None of us can go back. All we can do is our best. And sometimes the best that we can do is to start over. I saw all these people die. I keep telling everybody they should move on. ട്രെയിലർ ആരംഭിക്കുന്നത് ആൻഡ്മാൻ 1-ലെ മാർക്ക് 1-ന്റെ സീനുമായാണ്. പിന്നീട് ആൻഡ്മാൻ 3-ൽ നിന്ന് പെപ്പറിനെയും കാണിക്കുന്നു. അടുത്ത സീനിൽ സ്പേസിൽ തന്നെയുള്ള ആൻഡ്മാനെയും കാണിക്കുന്നു, അതായത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമിന്റെ ഷിപ്പായ ബെനറ്റയിലുള്ള ആൻഡ്മാനെയും കാണിക്കുന്നു. ഇത് നമ്മൾ എൻ ഗെയിമിന്റെ ആദ്യ ട്രെയിലറിലും കണ്ട അതേ സീൻ തന്നെയാണ്. എന്നാൽ ഈ പുതിയ ട്രെയിലറിൽ നമുക്കൊരു നീല വെളിച്ചം ടോണിയുടെ ഷിപ്പിന്റെ ഭാഗത്ത് അടുക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ആദ്യ ട്രെയിലറിൽ നമുക്ക് ഈ സീനിൽ ഒരു നീല വെളിച്ചവും കാണാൻ സാധിച്ചിരുന്നില്ല. കൂടാതെ ആദ്യ ട്രെയിലറിൽ ടോണിയുടെ ഷിപ്പ് കാണിക്കുന്ന സീനിൽ ഒരു വലിയ നീല വെളിച്ചം നമുക്ക് നന്നായി കാണാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ ഇതിൽ നിന്നുള്ള വെളിച്ചമാണ് അതെങ്കിൽ ആദ്യ ട്രെയിലറിലും അവർ ഈ സീനിൽ ഇതേ നീല വെളിച്ചം കാണിക്കുമായിരുന്നു. അഥവാ കാണിച്ചിരുന്നെങ്കിൽ ആദ്യം ഇതൊരു സ്പോയിലർ ആയേനെ. വൈകാതെ തന്നെ ആ നീല വെളിച്ചത്തിന്റെ യഥാർത്ഥ കാരണവും അവർ കണ്ടെത്തിയേനെ. എന്നാൽ ടോണി രക്ഷപ്പെടും എന്ന് ഉറപ്പ് പറഞ്ഞത് രണ്ടാമത്തെ ട്രെയിലറിലാണ്. അതോടെ തന്നെ ടോണിയുടെ റെസ്ക്യൂവിന് വരുന്നവർ ആകാം. അവഞ്ചേഴ്സിന്റെ ഷിപ്പ് മോഡിഫൈ ചെയ്ത് വരുന്ന റോക്കറ്റും മറ്റും ആകാം അത്. കൂടാതെ ബെനറ്ററിൽ നിന്ന് ടോണി നോക്കുന്നതും ആ ഭാഗത്തെ കാണാം. കൂടാതെ ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് ക്വിഞ്ചറ്റും കാണാൻ സാധിക്കും. ഇതേ കളർ തന്നെയാണ് നമുക്ക് അതിലും കാണാൻ സാധിക്കുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ എന്നുള്ള സീനാണ്. കൂടാതെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് പെഗി കാർട്ടറിന്റെ സൗണ്ട് ആണ്. വിന്റർ സോൾജറിൽ നിന്നുള്ള ഡയലോഗാണിത്. The world has changed. None of us can go back. All we can do is our best. And sometimes the best that we can do is to start over. കൂടാതെ പെഗി കാർട്ടറുടെ ഈ ഡയലോഗ് എൻ ഗെയിമിൽ ഉപയോഗിക്കുന്നതിലൂടെ ടൈം ട്രാവൽ എൻ ഗെയിമിൽ ഉണ്ട് എന്നുള്ളത് വീണ്ടും ഉറപ്പാക്കുന്നു. പെഗിയുടെ ആ ഡയലോഗ് നോക്കിയാലും അത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത കാണിക്കുന്നത് ഹോക്കയാണ്. ഹോക്കയെ തന്റെ ഫാമിലിയോടൊപ്പം നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. തന്റെ മകളെ പരിശീലിപ്പിക്കുന്നതായാണ് ഈ സീൻ നമ്മൾ കാണുന്നത്. കൂടാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഹോക്കയുടെ ഫാമിലിയെയും കാണാൻ സാധിക്കും. ഫ്യൂച്ചറിൽ ഹോക്കയുടെ മകൾ കേറ്റ് ബിഷപ്പ് എന്ന ക്യാരക്ടർ ആകാൻ സാധ്യത കൂടുതലാണ്. കോമിക്സിൽ ഈ ക്യാരക്ടർ ക്ലിന്റിന്റെ മരണത്തിന് ശേഷം അവഞ്ചേഴ്സിൽ ചേരുന്നുണ്ട്. എന്നാൽ ഹോക്കയുടെ മകളല്ല, മറിച്ച് ഹോക്കയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ക്യാരക്ടറാണ്. കൂടാതെ ഈ സീനിൽ ക്ലിന്റിന്റെ വലത് കാലം നോക്കിയാൽ മനസ്സിലാകും ആൻഡ്മാൻ ആൻഡ് വാസ്പിൽ സ്കോട്ട്ലാൻഡിന്റെ കാരിൽ ഹോമറസ്റ്റിന്റെ സമയം ഉപയോഗിച്ചിരുന്ന അതേ സാധനം. നിങ്ങൾക്കറിയാം, സിവിൽ വാറിൽ ക്യാപ്റ്റൻ എല്ലാവരെയും രക്ഷിച്ചിരുന്നു, എന്നാൽ സ്കോട്ടും ക്ലിന്റും മാത്രമാണ് പിടികൊടുത്തത്. അതോടെ തന്നെ ഈ സീൻ നമ്മൾ എൻ ഗെയിമിന്റെ തുടക്കത്തിൽ തന്നെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ മിക്കവാറും ഈ സീനിന്റെ അവസാനം തന്നെ ക്ലിന്റിന്റെ ഫാമിലി താനോസിന്റെ സ്നാപ്പിൽ ഡസ്റ്റ് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് കാണുന്നത് തോറിനെയാണ്. ഈ ഒരു സ്നാപ്പ് നടാൻ അവസരം കിട്ടിയിട്ടും അത് മുതലാക്കാൻ പറ്റാത്തതിന്റെ വിഷമം നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും തോറിന്റെ മുഖത്ത് നിന്ന്. ട്രെയിലറിന്റെ തുടക്കത്തിൽ അവഞ്ചേഴ്സ് മെയിൻ ടീമിലെ 4 പേരെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെയുള്ളവരെല്ലാം ഡെത്ത് ആയി പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ കൂടെ കാണിച്ചവരെല്ലാം തന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഡെത്ത് ആയി പോകാൻ സാധ്യത കൂടുതലാണ്. അതായത് പെപ്പർ പോട്ട്സും ഹോക്കയുടെ ഫാമിലിയും ഡെത്ത് ആയി പോകാൻ സാധ്യത കൂടുതലാണ്. സോ നമുക്ക് ഈ ബാക്കിയുള്ള ട്രെയിലേഴ്സ് കൂടെ നോക്കാം. Even if there's a small chance, we owe this to everyone who's not in this room to try.
അടുത്ത സീനിൽ കാണുന്നത് നതാഷയെയും ക്യാപ്പിനെയും കൂടാതെ ബ്രൂസ് ബാനറിനെയുമാണ്. കൂടാതെ ബ്രൂസിന്റെ പുറകിൽ എന്തോ വെച്ചിരിക്കുന്നതായും കാണാൻ സാധിക്കും. എന്നാൽ അത് ലോക്കിയുടെ സ്കെപ്റ്റർ ആയും, അതായത് മൈൻഡ് സ്റ്റോൺ വെച്ചിരിക്കുന്ന സ്കെപ്റ്റർ ആയിട്ടും കൂടാതെ ബ്ലാക്ക് ഓർഡർ മെമ്പറായ കോർവസ് ക്ലീവിന്റെ ആയുധമായും തോന്നുന്നു. എന്നാൽ അത് എന്താണെന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. അടുത്ത സീനിൽ ആൻമാനെ കാണിക്കുന്നു. ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്ത മുന്നിൽ നിൽക്കുന്ന ആൻമാനെയാണ് നമ്മൾ ഈ ഒരു സീനിൽ കാണുന്നത്. മിസ്സിംഗ് ആയവരുടെ പോസ്റ്ററിലേക്കാണ് സ്കോട്ട് നോക്കുന്നത്. കൂടാതെ പുറകിലായി സ്കോട്ടിന്റെ വീടും കാണാം. എന്നാൽ അത് കുറെ നാളെ ആനക്കമില്ലാതെ കിടക്കുന്ന വീട് പോലെയുണ്ട്. സ്കോട്ട് കോണ്ടറിയാൻ വഴി ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ എത്തിയതാണെന്നും കൂടാതെ വലിയൊരു ടൈം ജംപ് നടന്നെന്നും സൂചിപ്പിക്കുന്നത് തന്നെയാണിത്. അതുപോലെ സ്കോട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന ഡ്രസ് ഫസ്റ്റ് ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് കണ്ട അതേ ഡ്രസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്കോട്ട് കോണ്ടറിയാമിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നതേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാം. കൂടാതെ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ എത്തിയത് കൊണ്ടാകാം സ്കോട്ടിന്റെ വീടിന്റെ അകത്ത് കാടും മറ്റും പിടിച്ചു കിടക്കുന്നത്. കാരണം കുറെ നാളായി ഈ വീട്ടിൽ ആരും താമസത്തിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ ക്വിഞ്ചറ്റ് കാണിക്കുന്നു. നീല വെളിച്ചത്തോടുകൂടി TV സ്പോട്ടിൽ ആകെ മങ്ങിയ നിലയിലായിരുന്നു ആ മാൻഹാട്ടൻ സിറ്റി. എന്നാൽ ഈ സീനിൽ ആകെ മാറി. കൂടാതെ അവർ പോകുന്ന നഗരം ടോക്കിയോ ആണ്. കാരണം നമുക്കിവിടെ ടോക്കിയോ ടവർ കാണാൻ സാധിക്കും. ടോക്കിയോ ജപ്പാനിലാണ്. അതുകൊണ്ട് തന്നെ ഹോക്കയെ അന്വേഷിച്ചാണ് ആ ജെറ്റ് പോകുന്നതും. കൂടാതെ സ്നാപ്പിന് ശേഷം കുറെ നാൾ കഴിഞ്ഞാകും അവർ ഹോക്കയെ അന്വേഷിച്ച് പോകുന്നത്. അതോടെ തന്നെയാകും ആ നഗരം പഴയതുപോലെ വെളിച്ചത്തിലായതും. കാരണം സ്നാപ്പിന് ശേഷം എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് ഒട്ടും അറിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ ജീവിതവും ആകെ വിഷമത്തിലായിരിക്കും. എന്നാൽ കുറെ നാളിന് ശേഷം അവരുടെ ജീവിതം പഴയതുപോലെ മാറിക്കാണും. അതോടെ തന്നെയാകും പിന്നെയും അവിടെ വെളിച്ചവും മറ്റും വന്നത്. അടുത്ത സീനിൽ ഹോക്കയും നതാഷയും കാണിക്കുന്നു. എന്നാൽ ഇവർ ഉള്ളത് ആ ക്വിഞ്ചറ്റിന്റെ അകത്താണെന്ന് പലർക്കും തോന്നും. സത്യത്തിൽ അവർ ആ സീനിൽ ഉള്ളത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമിന്റെ ഷിപ്പായ ബെനറ്ററിലാണ്. കാരണം അവരുടെ പുറകിലായി 2 ഏണി പോലുള്ള സാധനം, കൂടാതെ അതിന്റെ 2 സൈഡിലായി വിൻഡോയിലൂടെ നഗരവും കാണാൻ സാധിക്കും. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമിന്റെ ഷിപ്പിൽ ഉള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ടോണി തിരിച്ചു വന്ന ഷിപ്പും ആകാം ഇത്. ട്രെയിലറിന്റെ അടുത്ത് കുറച്ച് സീനുകൾ നമ്മൾ കാണുന്നത് അവഞ്ചേഴ്സ് മെയിൻ ടീമിന്റെ ഫൈറ്റ് ആണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫൈറ്റ് സീൻ കാണുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നാം. സോ അതുകൊണ്ട് പറയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ ഗെയിമിന്റെ കുറച്ച് ക്ലിപ്സ് ഡിസ്നിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ അവർ കാണിച്ചിരുന്നു. അവരിൽ നിന്ന് സുപ്രധാന കാര്യങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. We will. Whatever it takes. Whatever it takes. Whatever it takes. Whatever it takes. I like this one. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡിസ്നി തന്നെ ഷെയർ ഹോൾഡേഴ്സിന് എൻ ഗെയിമിന്റെ കുറച്ച് ക്ലിപ്സ് കാണിച്ചു കൊടുത്തിരുന്നു. അവരിൽ നിന്നുമാണ് ഈ ഒരു ലീക്ക് നമുക്കിടയിലേക്ക് എത്തിയത്. ഈ ഒരു ലീക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നത് നമുക്ക് താനോസിനെ കൊല്ലാൻ ഇറങ്ങാമെന്ന്. അപ്പോൾ നെബ്യൂല പറയുന്നു താനോസിന്റെ ഗാർഡൻ നെബ്യൂലയ്ക്ക് അറിയാമെന്ന്. ഇത് കേട്ട ഉടനെ ക്യാപ്റ്റൻ മാർവൽ തിരിച്ചു പറയുന്നു നമുക്ക് താനോസിനെ അടുത്ത് എന്നിട്ട് ആ സ്നാപ്പ് റിവേഴ്സ് ചെയ്യാമെന്ന്, അതേ ഇൻഫിനിറ്റി ഗോളറ്റ് ഉപയോഗിച്ചുകൊണ്ട്. കൂടാതെ റോക്കറ്റും പറയുന്നു ഭൂമിയിൽ ഏറ്റവും വലിയ എനർജി എമിഷൻ ഉണ്ടായത് താനോസ് സ്നാപ്പ് ചെയ്ത സമയത്താണെന്ന്. ഇതേ എനർജി റേഡിയേഷൻ താനോസിന് മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് ലഭിച്ചുവെന്ന്. അതേ പ്ലാനറ്റിൽ തന്നെയാണ് താനോസ് ഉള്ളതെന്നും അവരെല്ലാം ഉറപ്പിക്കുന്നു. എല്ലാം മനസ്സിലാക്കിയ ഉടനെ അവർ പോകാൻ തയ്യാറാകുന്നു. ഇത് കേട്ട ഉടനെ ബ്രൂസ് ബാനർ പറയുന്നു ഇപ്രാവശ്യം താനോസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടും എന്നതിന് എന്താണ് ഉറപ്പെന്ന്. ഇത് കേട്ട ഉടനെ ക്യാപ്റ്റൻ മാർവൽ പറയുന്നു ഇപ്രാവശ്യം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഉറപ്പെന്ന്. ഇത് കേട്ട ഉടനെ തോർ ക്യാപ്റ്റൻ മാർവലിന്റെ അടുത്ത് ചെല്ലുന്നു. അടുത്ത് ചെന്ന ഉടനെ കൈ ഉയർത്തുന്നു. ഇപ്പോഴൊക്കെ സ്റ്റോം ബ്രേക്കർ തോറിന്റെ കയ്യിലേക്ക് എത്തുന്നു. ഈ ഒരു അവസരത്തിൽ തോർ പറയുന്നു ഐ ലൈക്ക് ദിസ് വൺ എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവർ ബെനറ്ററിലേക്ക് കയറുന്നു. ക്യാപ്റ്റൻ മാർവലാണ് കോ പൈലറ്റ്. കൂടാതെ സ്പേസിൽ എത്തിയ ഉടനെ റോക്കറ്റ് അവരോട് ചോദിക്കുന്നു ആരൊക്കെ ഇതിനു മുമ്പ് സ്പേസിൽ വന്നിട്ടില്ല എന്ന്. ക്യാപ്റ്റൻ അമേരിക്കയും നതാഷയും കൂടാതെ വാർമിഷനും ഇത് കേട്ട ഉടനെ കൈപൊക്കുന്നു. റോക്കറ്റ് അവരുടെ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും ഇതിന് പുറത്തിറങ്ങരുതെന്ന്. ഇത്രയുമാണ് ഈ ഒരു ലീക്ക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ലഭിച്ചത്. ഈ ഒരു ലീക്ക് ഡിസ്ക്രിപ്ഷൻ ഇറങ്ങിയത് എൻ ഗെയിമിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പാണ്. ഈ ഒരു ലീക്ക് ഡിസ്ക്രിപ്ഷന്റെ അവസാന ഭാഗത്തുള്ളത് തന്നെയാണ് നമ്മൾ ഒഫീഷ്യൽ ട്രെയിലറിന്റെ അവസാന ഭാഗത്തും കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീക്ക് ഡിസ്ക്രിപ്ഷൻ പ്രകാരം തുടക്കത്തിൽ തന്നെ ഒരു ഫൈറ്റ് കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരുപക്ഷെ ഇത് തന്നെയാവും നമ്മൾ ഒഫീഷ്യൽ ട്രെയിലറിന്റെ ആദ്യവും കണ്ടത്. ഒഫീഷ്യൽ ട്രെയിലറിൽ ടൈറ്റൻ 2 താനോസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന അവഞ്ചേഴ്സിനെയാണ് നമ്മൾ കാണാൻ
കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഈ ട്രെയിലറിന്റെ ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും ആൻഡ്മാൻ സ്യൂട്ടപ്പായി നിൽക്കുന്നത്. ആ ഒരു ഭാഗം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആൻഡ്മാന്റെ പുറകിലായി ഒരു ലൈറ്റ് പതിയെ കത്തി വരുന്നത്. ഏകദേശം ഇത് കോണ്ടന്റ് ടണൽ പ്രവർത്തിപ്പിക്കുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന അതേ ലൈറ്റ് പോലെയുണ്ട്. ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അവഞ്ചേഴ്സ് കോണ്ടന്റ് ടണൽ പരിശോധിക്കുന്ന സീൻ തന്നെയാണിത്. കൂടാതെ ഈ ഒരു ട്രെയിലറിന്റെ അവസാന ഭാഗത്തായി ഹോക്കയുടെ കയ്യിൽ ഒരു ബാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏകദേശം ലീക്ക്ഡ് സെറ്റ് ഫോട്ടോസിൽ ഉള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഇത് ടൈം ട്രാവലിന് ഉപയോഗിച്ചേക്കാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഡിവൈസ് ആയിരിക്കും. ഈ ഒരു ഡിവൈസ് ഓൺ ആകുന്ന സമയത്തായിരിക്കും ഇവരുടെ ശരീരത്തേക്ക് ഹൈടെക് സ്യൂട്ട് വരുന്നതും. കൂടാതെ ഈ ഒരു ട്രെയിലറിന്റെ അവസാന ഭാഗത്തായി നമുക്ക് ഈ ഹൈടെക് സ്യൂട്ടിന്റെ ഒരു ക്ലോസ് സീൻ ലഭിക്കുന്നതാണ്. ഈ ഒരു ട്രെയിലറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഒരു സീനിലും അവഞ്ചേഴ്സ് എൻഗെയിമിന്റെ മെയിൻ വില്ലൻ എന്ന് അവർ പറയുന്ന താനോസിനെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ ഹൾക്കിനെയും. ഈ ഒരു ട്രെയിലറിൽ ഒരു ഭാഗത്തും നമുക്ക് താനോസിനെ കാണാൻ സാധിച്ചിരുന്നില്ല. താനോസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് 6 ഇൻഫിനിറ്റി സ്റ്റോൺസും കൈക്കലാക്കിയ ശേഷം പ്രപഞ്ചത്തിലെ പകുതി പോപ്പുലേഷൻ മായ്ച്ചു കളയുക എന്നത് തന്നെയാണ്. അതിൽ താനോസ് വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻഗെയിമിന്റെ പ്രധാന വില്ലൻ താനോസ് ആയിരിക്കില്ല, മറ്റാരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെയാകും ചിലപ്പോൾ താനോസിനെ ഈ ഒരു ട്രെയിലറിൽ കാണിക്കാതിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടി റൂസോ ബ്രദേഴ്സ് മനഃപൂർവ്വം താനോസിനെ ഈ ഒരു ട്രെയിലറിൽ കാണിക്കാതിരുന്നതുമാകാം. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ ഹൾക്കിനെ നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലറിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു ട്രെയിലറിൽ മാത്രമല്ല, എൻഗെയിമിന്റെ ഇതുവരെ ഇറങ്ങിയ ഒരു ക്ലിപ്സിൽ നമുക്ക് ഹൾക്കിനെ കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൾക്കിനെ വെച്ചുകൊണ്ട് എന്തെങ്കിലും സർപ്രൈസും ബ്രൂസ് ബ്രദേഴ്സ് ഒരുക്കി കാണും. ഇതുവരെയുള്ള ലീക്സ് പ്രകാരം പ്രൊഫസർ ഹൾക്കായിട്ടാണ് ബ്രൂസ് ബാനർ എൻഗെയിമിൽ മാറുന്നത്. കൂടാതെ സ്മാർട്ട് ഹൾക്കായിട്ട് മാറും എന്നും പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കാനും സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലറിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളും ഫേക്ക് ആവാനും സാധ്യത കൂടുതലാണ്. കാരണം ഇൻഫിനിറ്റി വാറിന്റെ ട്രെയിലറിലും ഇതേപോലെ ഫേക്ക് സീൻസ് റൂസോ ബ്രദേഴ്സ് ആഡ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈസ്റ്റർ എഗ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ സിനിമയിൽ എവിടെയൊക്കെ വരെ എന്ന് അറിയാൻ നമുക്ക് തീർച്ചയായും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സും വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.